നിന്റെ നല്ല നീറ്റുണ്ടോ? സാരമില്ല, കണ്ണടച്ച് കുറച്ചേരം ഇരുന്നാ മതി, മാറിക്കോളും. ആ കൈമള എന്താ പറഞ്ഞിട്ട് പോയത്? ജാതകം ശരിയായിട്ടുണ്ടത്രേ. നീ അവരാലോചിക്കട്ടെ, നമുക്കൊന്ന് അന്വേഷിക്കാം. ഇതാ പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച് നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്, ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ചാൽ അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷമൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ? കല്യാണം കഴിക്കാത്ത രണ്ട് അലവലാദികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും? അതെനിക്ക് എങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടന് ഒന്നും അറിയില്ലാന്ന്. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാ എന്താ ഉണ്ടാവുക? കത്തും. अच्छा, मुंबई में हमारे गांव के पास सब लोग आजबाज में रहते हैं ना? उधर लोग ऐसे गलत नहीं समझती? वो मुंबई है बेटी, ये थोड़ी गए है उधर, सुना भी नहीं होगा. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദൻ എന്ത് വിഷമായിരുന്നോ? അവരെ എന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരൻ മാമോട് ചെന്ന് പറ, അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടിയിട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ. അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ. ഹലോ ഹലോ ഹലോ, അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ എവിടെ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയൂ. നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ, ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുവിക്കും ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചോണ്ട് പോയി. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ, പുറത്തിറങ്ങാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ, എന്റെ മാല കൊണ്ടുപോയേ! അയ്യോ, എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയേ! അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് വന്നാൽ മതി. നിൽക്ക് ചേട്ടാ, ചേട്ടനൊരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ബാധി പോവാണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാൽ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ ചേട്ടാ. ആ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്താ പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. എന്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലല്ലേ? കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കിലോടാ കാലമാടാ. അയ്യോ എന്റെ അമ്മ!
നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലിച്ചതച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. കറക്റ്റ്. വഴിക്കിടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പി വയ്ക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാനിവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. വർഗീസേ, സാർ, ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ല, ഉം, ഉം. പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിന് മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവും നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ? ആ. അങ്ങ് മാറിക്കേ. ഓ, ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംപിടി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ, സാർ. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവനും പോയി കിടക്കുക. അതെ മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഓക്കെ. ഒരു 2 ചാക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ചാക്ക് മതിയാവോ? മതിയോ സാർ? അന്ന് അവരുടെ കാശ് കൂടെ. ഹലോ, ആ അതെ, തൊട്ടടുത്ത വീട് തന്നെയാണ്. ഉണ്ടോ നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ, ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ, ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിനെ അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഒഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. ആ ആ മാഡം, ആ? അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടോന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റാണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. गोपी ये आदमी कब आया? क्या हुआ? उनका फोन आया था. बाहर से एक आदमी अंदर आ गई. क्यों नहीं बताया तूने मुझे? मुझे कैसे मालूम तू ऐसे आएगा? तमाशा समझते है क्या? बदतूस. നീ എന്തിനാ അവിടുത്തെ നമ്പർ അയക്ക് കൊടുത്തത്? ഓ, അവരായിരുന്നോ? എനിക്ക് തോന്നി. ഇനി ഒരാൾക്കോ നമ്പർ കൊടുക്കണ്ട. ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തൊന്നുമല്ല, മാഡം വിടണ്ടേ. നമ്പർ കൊടുത്തപ്പോ ഒരു 100,000 ചോദ്യം വേറെ. അത് ആരുടെ വീടാ? ഹൗസ് ഓണർക്ക് മക്കൾ എത്ര? അതിലാണെത്ര പെണ്ണെത്ര? പെൺകുട്ടികളുടെ പ്രായം എത്ര? ഇങ്ങനെയൊക്കെ ചോദിക്കേ, എന്താ ചെയ്യ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടിവർക്ക് കോൺട്രാക്ടർമാർക്കാ. ഇവിടെ നേരെ തിരിച്ചാ. അല്ല, അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന്. ഓ, ഇവിടെ ഈ മെറ്റലിന്റെയും മണലിന്റെയും പ്രശ്നം തീരാണ്ട് ഞാൻ അങ്ങനെ പോകുന്നു. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. ഓ, നമുക്കേ ഉം. ഈ ഹിന്ദി ഭാഷ വല്ല പിടിയുണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ. ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തൂക്കിട്ടിരിക്കണം. യഹ് ലഡ്ക പുസ്തക് പഠിത്താ ഹൈ. ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. യഹ് ലഡ്കി പുസ്തക് പഠിത്തി ഹൈ. ഈ പെൺകുട്ടി പുസ്തകം വായി. യഹ് ലഡ്കി പുസ്തക്. ആരാ? എന്താ ഈ നേരത്ത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഏയ്, കാര്യം എന്താ വെച്ചാ പറ. അങ്ങനെ അങ്ങ് പോവാ.
ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കോ? തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പിറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേയില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട. വയസ്സിന് മൂത്താളല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കും. എന്നാ പോ. ഓ, കുട്ടപ്പ, ഓ മുത്തശ്ശന് 2 ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ടോളൂ. ആ अरे कुट्टप्पन, तू कैसे है? सब ठीक है ना? तूने खाना नहीं खा लिया? ആ സാറെന്താ പറഞ്ഞത്? കുട്ടപ്പന് ഒഴിവില്ലെങ്കിൽ മൂപ്പര് കയറി തേങ്ങിയിട്ടോളാന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. ഇനി നമ്മള് ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ, ഞാനങ്ങ് പോയേക്കാം, പുറത്ത് നിൽക്കാം. മേനോ സാറിന് ചായ? നോ താങ്ക്സ്. ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ. എന്ത് ഉത്തരവാദിത്വം മേനോ സാറേ. എങ്ങനെയെങ്കിലും 30 ദിവസം തള്ളി നീക്കണം. കിട്ടുന്ന ചെല്ലുവാനം വാങ്ങി പോക്കറ്റിലിടണം. കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. അല്ല, സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെക്കാൾ അനുഭവമുള്ള ആളല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ടത് കൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചു തന്നെ. മുഖവരെ ഒന്നും വേണ്ട. കൈമളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ബസ് സർവീസ് ആയിരുന്നു. അന്യരുടെ കാര്യം പോട്ടെ, എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ആ അച്ഛന്റെ മകനാ ഞാൻ. പിന്നെ മേനോ സാർ എന്തിനാ വിഷമിക്കണേ? അതല്ല, ഇതിപ്പോ 6ാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത്. 5 മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാ. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ എനിക്കൊരു തോന്നല്, ആരോ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ തന്നെ. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടു. ജാതകവും നല്ല ചേർച്ച. ഇനി നമുക്കിടയിൽ 3ാമതൊരാൾക്ക് പങ്കില്ല, ഈ കൈമളിന് പോലും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ. കൂട്ടുകാരെ പോലെ ഞങ്ങള്. എന്റെ മക്കളുടെ കണ്ണു കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്ന് മുടങ്ങിപ്പോകുന്ന കാണുമ്പോ അവിടെ മനസ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി വിഷമം പുറത്ത് കാണിക്കാത്തതാ. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാമെന്ന് വെച്ചത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താലോ. എന്താ മേനോ സാറേ ഇത്? നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. കല്യാണ നിശ്ചയത്തിന് പണിക്കര് കുറിച്ച് തന്ന തീയതി ഞാൻ കൈമളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒന്നൊതുങ്ങൂ. അരവിന്ദന് വരാൻ പറ്റും തോന്നുന്നില്ല. ചാണക വണ്ടി വരും. നിശ്ചയം തന്നെ ഒരു കല്യാണത്തെക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും? അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പറഞ്ഞവരാരും മാന്യമായിട്ട് കല്യാണം നടത്തി തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു. യഥാ രാജ തഥാ പ്രജ. വാച പഠിക്കാൻ നീ പോയി ചോറുളമ്പ്. കുറച്ച് താമസം ഉണ്ട്, അരി വേവുന്നുള്ളൂ. മണി 2 ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടാവും ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ടുമുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ. വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. എടാ, കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ 2 വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കിൽ പോയേനെ. നീയല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.
സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റുക പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ.